ഹായ്, ചപ്പാത്തി കഴിച്ച് മടുത്തോ? അപ്പോൾ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ എപ്പോഴും സിമ്മിൽ വേണം ഇടാൻ കേട്ടോ. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം. കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ആ പൊടി. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഏകദേശം ചൂടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഒരു ബൗളിലോട്ട് അപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ബൗളിലോട്ട് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം, ചൂടുള്ളതല്ല നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. നല്ല ചൂടുള്ളതുകൊണ്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇടിയപ്പത്തിന് കുഴയ്ക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ഇടിയപ്പത്തിന് കുഴക്കേണ്ട അതേ ഒരു പരുവ തന്നെയാണ് കേട്ടോ. നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു ഇടിയപ്പത്തിൻ്റെ അളവിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിന് ഒരു സേവാനാഴിയിൽ കുറച്ച് നെയ്യോ ഓയിലോ പുരട്ടിയിട്ട് കുറച്ചീശെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇടിയപ്പത്തിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് അരിപ്പൊടി കൊണ്ട്, ഇത് ഗോതമ്പ് പൊടി കൊണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മുടെ ഇടിയപ്പം പിഴിയുന്ന പോലെ തന്നെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. ഒരു 3 റൗണ്ട് മടുത്തി കേട്ടോ. ഒരുപാട് ആണെങ്കിൽ അത് സോഫ്റ്റായി കിട്ടൂല. നമ്മളിങ്ങനെ ഓരോന്നും വാഴയിലയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ ആവിയിലാട്ടോ വേവിച്ചെടുക്കുന്ന. അതിനു വേണ്ടി നമ്മളൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മളെ മുകളിലെ ആ തട്ടില്ലേ, അതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് അധികം വെക്കരുത്, ആവശ്യത്തിന് മാത്രമേ വെക്കാവൂ. എന്നിട്ട് നന്നായി ഒന്ന് അടച്ച് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂട് മാറിയ ശേഷം കേട്ടോ ഞാൻ തുറന്നത്. കാരണം നല്ല ചൂടുണ്ടായിരുന്നു, തൊടാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും കുറച്ച് ചൂടുണ്ട്. ഇപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം. നാളികേരം ഇടണ കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടലക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വേഗം കാണാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ, ബൈ.